നമ്മളെ ഇന്ന് കൂട്ടാൻ വെക്കാൻ ചേമ്പും തണ്ട് അരിയാൻ പോവുകയാണ് കേട്ടോ. നമ്മളവിടെ ചേമ്പും തണ്ടിട്ട് ഇവിടെ ഉണ്ട് ചേമ്പും തണ്ട് കേട്ടോ. അത് പറ്റാവോ ഇത് കൂടെ ഇടാൻ? ചേമ്പും തണ്ട് അറിയണത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ചേമ്പ് തന്നെ അല്ല, ആകെയുള്ളൊരു മരം ചേമ്പ് എന്ന് പറയുന്നത് ഇതാണ്. അത് ഈ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ്. അപ്പോൾ ഇതിമ്മന്ന് ഒരു 2 തണ്ട് എടുക്കട്ടെ. അല്ല അതപ്പോൾ എന്താ ചെയ്യുന്നത്? ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണേ, ഈ ഒരു തണ്ടും അതുപോലെ തന്നെ ഇതും കൂടെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാം, ഇത് രണ്ടും എടുക്കുക. ഇത് ആ ചേമ്പുന്തണ്ട് കേട്ടോ. ചേമ്പുന്തണ്ട് എന്താ പറയുക, വലിയ കരുത്തൊന്നുമില്ല, കാരണം അതിന് വളമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അവിടെ ഒരു വിത്ത് ഉണ്ടായിരുന്നു ചെടി നട്ടപ്പോൾ. അപ്പം അത് ആ വിത്ത് അതിൻ്റെ ഉള്ളിൽ പെടുന്നത് കണ്ടു, അങ്ങനെ അത് ഉണ്ടായതാണ്. ഞാൻ വിചാരിച്ചത് ഉണ്ടാവില്ല എന്ന്. പ്രാവശ്യം ചേമ്പുന്തണ്ടൊന്നും നട്ടിട്ടില്ല. ഒന്നാമത് നടാൻ സ്ഥലം ഉണ്ടായതില്ല കേട്ടോ, വീട് പണിയൊക്കെ ആയതുകൊണ്ടേ. അപ്പോൾ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇതാ ഇതൊക്കെ ഒന്ന് നിർക്കണം. ചേമ്പുന്തണ്ട് എന്താ പറയുക, എത്ര അധികം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യുമെന്ന് അറിയാം, ചേമ്പുന്തണ്ട് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്ത് കഴിയുമ്പോൾ ഇത്തിരി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ ചേമ്പുന്തണ്ടൊക്കെ നമ്മൾ കഴിക്കണതേ നല്ലതാണ്. കാരണം ഇത് മണ്ണിൽ നിന്ന് നമ്മൾ ഒരു രാസങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ടെടുത്തിട്ടില്ല. മണ്ണിൽ നിന്നുള്ള സംഭവങ്ങൾ വലിച്ചെടുത്തിട്ട് സ്വയം വളർന്നു വന്നത് തണ്ടുകളാണ് ഇതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനത്തെ കേടോ കുഴപ്പങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത്രയും തണ്ടേ ഉള്ളൂ, 2 ചെറിയ തണ്ടാണ്, ഇത്രയേ ഉള്ളൂ. നേന്ത്രക്കായൊക്കെ എന്താ പറയുക വാടിക്ക്. എനിക്കാണെങ്കിൽ ഈ നേന്ത്രക്കായൻ്റെ തോലും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഈ തോലൊക്കെ കളഞ്ഞിട്ടാണ് എടുക്കല്. ചേമ്പും വിത്ത് പിന്നെ ഇവിടെ ഉണ്ടായത് തന്നെയാണ് കേട്ടോ, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. അത് നമ്മുടെ ചേമ്പും തണ്ട് 2 തണ്ടേ ഉള്ളൂ. അതിങ്ങനെ ഇട്ടെടുത്തു. ഒന്നിച്ച് തന്നെയാണ് ഇപ്പോൾ ഇത് വേവിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചമുളകും നാളികേരമൊക്കെ അങ്ങോട്ട് ചതച്ചിട്ടാലേ അത് റെഡിയായി കിട്ടും. അപ്പോൾ ദാ അടുപ്പത്ത് തന്നെയാണ് വേവിക്കണത്. ഇത്
ഇത് ചേമ്പും അതിൽ കൂട്ടാനിക്ക്, ഇത് മുരിങ്ങാത്തോരനിക്ക്. ഇപ്പൊ രണ്ട് വിധത്തിലുള്ള നാളികേരം വേണോ എടുത്തിക്കണത്. ഒന്ന് ചേമ്പും പടുകൂട്ടാനിക്കും, ഒന്ന് മുരിങ്ങയ്ക്കും ആണ് കേട്ടോ. അപ്പോൾ പടുകൂട്ടാനിക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നാളികേരത്തേക്ക്, മുരിങ്ങയ്ക്ക് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല, ചെറിയ ഉള്ളി മാത്രം എടുത്തിട്ടുള്ളൂ മുരിങ്ങാത്തോരനിക്ക്. അപ്പോൾ അതാ മീനുണ്ട്, പിന്നെ അയിലച്ചമ്പാന് ഇത് വറുക്കണം. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് അരപ്പ് തയ്യാറാക്കുകയാണ്. അതിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എടുത്തിക്കണം കേട്ടോ. അയിലച്ചമ്പാന എന്താണെന്ന് അറിയില്ല കേട്ടോ. അയിലക്കണ്ണിയാണ് അയിലച്ചമ്പാന. ഏതായാലും വാലിൻ്റെ അവിടെ ഒരു മുള്ളുണ്ടായിരുന്നു, അത് കളഞ്ഞു. അപ്പോൾ അതിൽ അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടി മീനിൻ്റെ ടേസ്റ്റ് കൂട്ടാനാണ് കുരുമുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളകാണെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് മീനിൽ തേച്ചൻ പിടിപ്പിക്കുക. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മീനിൽ അരപ്പ് തയ്യാറാക്കിയിരിക്കണ്. അപ്പോൾ ഇത് നല്ലോണം ഇന്നത്തെ സ്പെഷ്യലാണ് ഇത് കേട്ടോ. ഇന്ന് എന്താ പറയുക, നമ്മളെ പച്ചമുളകും അതുപോലെ തന്നെ മീനിൽ ഇങ്ങോട്ട് നല്ലോണം വെച്ച് തേച്ചാണ് പിടിപ്പിക്കുക. മസാലയൊക്കെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ പച്ചമുളകും, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ചില ആളുകൾ പെരിഞ്ചീരകം ഇടും കേട്ടോ. ഞാൻ പെരിഞ്ചീരകം ഇട്ടാ ടേസ്റ്റ് തന്നെയാണ്, പക്ഷേ ഇടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. ഇനി ഇത് എന്ത് ചെയ്യാന്നറിയോ, ഈ മസാലയിൽ കടന്നിട്ട് ഈ മീനൊന്ന് ഒരു 10 മിനിറ്റ് കഴിയണം കേട്ടോ. എന്നിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണമെങ്കിൽ. കൂട്ടാൻ വെക്കുമ്പോഴേ ഇതിൽ ചെറിയ ജീരകം ഇടണം കേട്ടോ, നല്ല ജീരകം ഇടണം. ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നാളികേരവും നല്ല ജീരകവും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. അതിലിടക്ക് ഇതാ നമ്മളെ പടുകൂട്ടാൻ വെന്തിക്കണ്. ഇനി ഇതിക്ക് നമുക്ക് ആ അരപ്പുണ്ടല്ലോ ചതച്ചതുണ്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പിൻ്റെ നാളികേരം ചതച്ചപ്പോൾ ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. കണ്ടോ നമ്മൾ അരപ്പ്, അതും കൂടെ അതിലുണ്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ അതാ നമ്മളെ നാളികേരം അതിലേക്ക് ഇട്ട് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൂട്ടാനിൽ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് കുത്തി ഉടച്ച് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നല്ലോണം ഇട്ടാൽ എന്താ പറയുക, നല്ലൊരു എരിവുണ്ടാവും. ഞാനിതിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതാ നമുക്ക് നല്ല പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. കുറച്ച് നമ്മളെ കൂട്ടാനിക്ക് ഒരു ലേശം ഇങ്ങനെ തെളിച്ച് കൊടുക്കാം. ഇത്ര മതി കേട്ടോ. എന്നിട്ട് നമ്മളെ കൂട്ടാൻ നല്ലോണം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ വിഭവം. ഇതാണ് കണ്ടോ, നമ്മളെ പടുകൂട്ടൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താ നോക്കാം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മളെ ചോറ് കൂട്ടി ഇടയ്ക്ക് നമുക്ക് ഇതൊക്കെയാണ് കഴിക്കേണ്ടത്. നമ്മളെ പടുകൂട്ടാനൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇനി ഇതാ നമ്മളെ മുരിങ്ങാത്തോരനക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും നാളികേരം കൂടെ ചതച്ചിട്ടിട്ട് നമ്മുടെ സ്പെഷ്യൽ മുരിങ്ങാത്തോരൻ. നമ്മൾ ഈ ഇലക്കറിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം മക്കളെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അസുഖങ്ങൾ വരും. നമ്മളെ പ്രതിരോധശേഷിയൊക്കെ ഉണ്ടാവാൻ നമുക്ക് ഇങ്ങനെയുള്ള ഇലക്കറികളെ കൊണ്ടേ പ്രയോജനമുള്ളൂ. ഇവിടെ എന്താ പറയുക, അങ്ങാടിന്നെങ്കിലും ഇലക്കറി വീട്ടിലില്ലെങ്കിൽ അങ്ങാടിന്നെങ്കിലും ചീര ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കും കേട്ടോ. എനിക്ക് നിർബന്ധമാണ് നമ്മുടെ ഭക്ഷണത്തിൽ എന്നും അറിയും പോലെ ഇലക്കറി ഉൾപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് നിർബന്ധമാണ്. ഇത് കിട്ടിയിട്ടില്ലെങ്കിലാണ് എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ ശരീരം എന്നോട് ചോദിക്കണ പോലെയാണ് ഇലക്കറി. അതിനൊരു ഇഷ്ടമാണ്, ഒരാഗ്രഹമാണ് അത് കഴിക്കാൻ. എന്നാൽ എനിക്ക് ചിക്കനോ ബീഫോ മീനോ കഴിക്കാൻ ഇങ്ങനെയുള്ള ആഗ്രഹം ഉണ്ടാകാറില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ചെറുപ്പം മുതലേ ഇങ്ങനെ ഇത് കഴിച്ച് ശീലിച്ചതുകൊണ്ടാവാം. മുരിങ്ങാത്തോരൻ നല്ല പച്ചമുളക്, കാന്താരി, നാളികേരൊക്കെ ഇട്ട മുരിങ്ങാത്തോരൻ. കുറച്ച് ഇനി പച്ച വെളിച്ചെണ്ണയും കൂടെ ഇത് രണ്ടും ഒറ്റിച്ചാൽ നമ്മളെ മുരിങ്ങാത്തോരൻ അടിപൊളിയാവും. അപ്പം ഇങ്ങനെ എല്ലാവരും ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? എന്താ പറയുക,
ഇതും കൂടി വെന്ത് കഴിഞ്ഞാൽ മീനും കൂടി പൊരിച്ചെടുത്താൽ ഇന്നത്തെ അതായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ. ഇന്നത്തെ വീഡിയോ അതല്ല, ഇന്നത്തത് ഇങ്ങനെ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാനിത് എല്ലാ പണിയും ചോറും കൂട്ടാനും എല്ലാം 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ റെഡിയാക്കും കേട്ടോ. കുറേ സമയമൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങാത്തോരനും റെഡി ആയിട്ടുണ്ട്. മുരിങ്ങയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുറേ സമയം ഇതിന്മേൽ മെനക്കെടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ അങ്ങനെ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചാൽ നമ്മുടെ മീൻ പൊരിച്ചെടുക്കുക. ഇനി ചട്ടിയൊക്കെ പറ്റി പോയിക്കണം കേട്ടോ. ചട്ടി ഒന്ന് വാങ്ങണം. ഇങ്ങനെ ഇൻഡാലിയത്തിൻ്റെ കേട് വന്ന ചട്ടിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല എന്നറിയാം, എന്നാലും ഇതിൽ തന്നെ ഇത് പാകം ചെയ്യാണ്. അല്ലാതെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ അരപ്പ് ഇതിൻ്റെ മുകളിൽ, ഈ ചട്ടിയിൽ ഇതിൽ ഈ അരപ്പുണ്ടല്ലോ, നമ്മുടെ മീനിൻ്റെ മുകളിലൂടെ അങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിതൊന്ന് നമ്മൾ കുറേ ഒരു 10-25 മിനിറ്റ് ആയിട്ടോ ഞാനിത് കായം കൂട്ടി വെച്ചിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ലാസ്റ്റാണ് പൊരിക്കുന്നത്. 25 മിനിറ്റ്, അരമണിക്കൂറൊക്കെ ഉണ്ടാവും ഇത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട്. മീൻ അടി പിടിക്കാതിരിക്കാൻ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നാൽ അത് അടിയിൽ പിടിക്കൂല, ഇങ്ങനെ നീക്കി കൊടുക്കുക. ഈ മീനൊക്കെ ഉണ്ടല്ലോ പിന്നെ സാവധാനം കിടന്ന് വെന്ത് കിട്ടണം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഗ്യാസിൽ വെച്ച് ഇങ്ങനെ പൊരിക്കുന്ന ഇഷ്ടം ഉണ്ടായിട്ടല്ല. പക്ഷെ മീൻ പൊരിക്കുന്നതിൻ്റെ അടുപ്പത്ത് വെക്കുന്ന ചട്ടി ഉണ്ടല്ലോ, അത് കേട് വന്നിട്ടുണ്ട്. ഞാൻ പച്ച മസാലയാണ് ഇതെന്ന് പറയണത്. കാരണം പച്ചമുളകൊക്കെയാണ് ഇട്ടിട്ടുള്ളത്, മുളകും പൊടി ഇത്തിരി ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ മീനിൻ്റെ കളർ ഇങ്ങനെ കേട്ടോ. എന്ത് വരുമ്പോൾ കളർ ഇങ്ങനെ മാറി വരും, മുരിഞ്ഞു വരുമ്പോൾ. അപ്പോൾ അതാ നമ്മുടെ അയിലക്കണ്ണി, അയിലച്ചമ്പ എന്നൊക്കെ പറയുന്ന മീനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള വിഭവങ്ങളെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് അലക്കി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട്, അതിൻ്റെ മുന്നേ കുറേ ജോലികളുണ്ട്, അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടാണ് ചോറുണ്ണുന്നത്. അപ്പോൾ ഭക്ഷണം കഴിക്കണത് പിന്നെ എങ്ങനെയാണ് കഴിക്കണതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ വെച്ചിട്ട് എൻ്റെ ഭക്ഷണം ഇന്നത്തത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനുണ്ട് കുഞ്ഞാണിയാക്കി ഉണ്ട് കേട്ടോ. ചോറ് കഴിക്കുകയാണ്, ചോറ് കഴിക്കാൻ പോവുകയാണ്. ഇതാ കുറച്ച് ചോറ്, കുറേ കറി. ഇത് കുറച്ച് ചോറുള്ളൂ കേട്ടോ. നമ്മുടെ കറി ഇതാണ്, നമ്മുടെ കറി പടുകൂട്ടാൻ. നമ്മുടെ ചേമ്പിൻ്റെ വിത്ത്, ചേമ്പിൻ്റെ തണ്ടും കറി കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ മുരിങ്ങാ തോരനാണ് കേട്ടോ പേര് വെച്ചത്. ഇതാക്കണ് മുരിങ്ങാ തോരൻ വിളമ്പിയിട്ടുണ്ട്. ഇനി ഇതാ ഒരു മീൻ വറുത്തതും വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ സ്പെഷ്യൽ കടുകുമാങ്ങ. ഇനി ചോറ് കഴിക്കാം. അതാ ചോറ് കഴിക്കുകയാണ്. കുറച്ച് ചോറും കുറേ കഴിയും. നമ്മളെ സ്പെഷ്യൽ കടുകുമാങ്ങ. പിന്നെ നമ്മളെ മുരിങ്ങത്തോരൻ ബിസ്മി അല്ലിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ട് പൊരിച്ച മീൻ. ഒരു മീനിൻ്റെ കഷ്ണം ഇങ്ങനെ എടുക്കുക, ചോറിലിങ്ങനെ വെക്കുക, എന്നിട്ട് ഒരു രക്ഷയില്ല, സൂപ്പർ. പിന്നെ നമ്മളെ പടുകൂട്ടാനുണ്ടോ, വെരി സൂപ്പർ. അപ്പോൾ ഇതുപോലെ റെസിപ്പികളൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ടാറ്റാ.